ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഹാനി. മുടി കൊഴിച്ചിൽ മാറാനും പുതിയ മുടി കിളുക്കാനും താരൻ മാറാനും നരച്ച മുടി കറക്കാനും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒരു താളിയാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഒന്ന് രണ്ട് മുടിയൊക്കെ കൊഴിയും. എന്നാൽ മുടി കൊഴിച്ചിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരികയോ അല്ലെങ്കിൽ കൊഴിഞ്ഞു പോയ മുടിയുടെ സ്ഥാനത്ത് പുതിയ മുടി വളരാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഇതൊരു പ്രശ്നമായിട്ട് വരാറല്ലേ. എത്ര വലിയ മുടി കൊഴിച്ചിലായിക്കോട്ടെ നിങ്ങൾക്ക് മാറാൻ സഹായിക്കുന്ന ഒരു താളിയാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത്. നല്ല എഫക്റ്റീവാണ്. ഈ ഒരു താളി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ചെമ്പരത്തി ഇലയും ചെമ്പരത്തി പൂക്കളുമാണ്. ചെമ്പരത്തി ഇല എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കൂമ്പില നോക്കിയെടുക്കുക. ഒരു 10 ചെമ്പരത്തി ഇല എടുത്തോളൂ. ഇനിയിപ്പോൾ ഒരു 4 ചെമ്പരത്തി പൂക്കളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കുക. ഇലയിലും പൂവിലും ഒക്കെ പ്രാണികളൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്കിതിലോട്ട് 1 സ്പൂൺ അളവിൽ കറുത്ത എള്ള എടുത്തിട്ട് കഴുകി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പം നമുക്കിതൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് അരഞ്ഞ് കിട്ടണം കേട്ടോ. അതിന് ശേഷം നിങ്ങൾക്കൊരു കോട്ടൺ തുണി ഉപയോഗിച്ച് അരിച്ചെടുക്കാവുന്നതാണ്. അരിച്ചെടുത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കുക. നമ്മൾ ഇതുപോലെയുള്ള താളിയൊക്കെ ഇടുമ്പോഴത്തേനും നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുക. ഒരു 5 മിനിറ്റ് എങ്കിലും വെക്കണം കേട്ടോ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം. ഇനിയിപ്പം നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് അഥവാ താളിയിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂൺ അളവിൽ നീലയമരിയുടെ പൊടിയാണ്. നീലയമരി പൊടി ചേർക്കണമെന്നില്ല. ഇലകൾ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ അരയ്ക്കുന്ന സമയത്ത് നീലയമരിയുടെ ഇല ഇട്ട് കൊടുത്ത് അരച്ചെടുത്താൽ മതിയാവുമേ. എൻ്റെ അടുത്ത് ഇല ഇല്ലാത്തതുകൊണ്ട് ഞാൻ 1 സ്പൂൺ അളവിൽ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നീലയമരി പൊടി നിങ്ങളുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും നരച്ച മുടി കറക്കാനും ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കട്ടകളൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. ഞാനിത് ഇടയ്ക്ക് ഹെയർ പാക്കായിട്ട് ഇട്ട് കൊടുക്കാറുണ്ട്. ചില സമയത്ത് നമ്മുടെ മുടിയിൽ ഒരു താളിയായിട്ട് ഇട്ട് കൊടുക്കാറുണ്ട്. അതായത് മുടി ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ഇതുപയോഗിച്ച് ഒന്നുകൂടി തലയോട്ടിയിലും അതുപോലെ തന്നെ മുടിയിലും വാഷ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇത് ഇട്ടിട്ട് അധികം സമയം വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഇട്ട് കൊടുക്കുമ്പോഴത്തേനും നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വെറുതെ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതിയാവും. അധികം സമയം വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നീർദോഷം വരാനൊക്കെ ഉള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വാഷ് ചെയ്ത് കളയുക. നല്ല തണുപ്പാണ് ഇതിന്. തലയോട്ടിക്ക് നല്ല തണുപ്പ് കിട്ടാനും അതുപോലെ തന്നെ നല്ല ഉറക്കം കിട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. സ്ട്രെസ്സ് കുറയാനൊക്കെ ഇത് വളരെയധികം നല്ലതാണ്. നമ്മൾ ഈ താളി ആഴ്ചയിൽ ഒരിക്കൽ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നിയാലും അതുപോലെ തന്നെ ഉപകാരപ്പെട്ടാലും ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ടാറ്റ ബൈ.